തൃശൂരിലേക്കാണ്. കുന്നംകുളത്ത് ഹോസ്റ്റൽ മുറിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷത്തിൽ 12ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ചെവിയുടെ ഒരു ഭാഗം അറ്റുപോയി. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹോസ്റ്റലിലാണ് സംഭവം. ജൂനിയർ വിദ്യാർത്ഥികളാണ് മർദ്ദിച്ചത്. വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്കേറ്റിട്ടും സംഭവം മറച്ചുവെക്കാനാണ് അധ്യാപകർ ശ്രമിച്ചതെന്ന് കുടുംബം ആരോപിക്കുന്നു. പത്തൊൻപതിന് രാത്രിയാണ് 12ാം ക്ലാസ്സുകാരനെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ചേർന്ന് മർദ്ദിച്ചത്. സംഭവം മറച്ചുവെക്കാനാണ് സ്കൂളിലെ അധ്യാപകർ ശ്രമിച്ചതെന്ന് കുടുംബം ആരോപിക്കുന്നു. സംഭവത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിക്ക് പറയാനുള്ളത് ഇങ്ങനെ: ജിയോ അമ്പാടി ഫറാനൊക്കെ കൂടെ എന്നെ വളർന്നു എന്നിട്ട് ഇങ്ങനെ എന്നെ അടിച്ച് നല്ല എനിക്ക് ഫസ്റ്റ് തന്നെ എൻ്റെ ചെവിക്കിട്ട് നല്ല എനിക്ക് ഒരു അടി കിട്ടി. നല്ല ഹൈറ്റുള്ള ഒരാളെന്നെ തലക്കിട്ട് അടിച്ചത്. മർദ്ദന വിവരം പുറത്തു പറഞ്ഞാൽ +2 വിദ്യാർത്ഥിയായ മകനെതിരെ റാഗിംഗ് കേസ് ഉണ്ടാകുമെന്നും ഭാവി അവതാളത്തിലാവുമെന്നും അധ്യാപകർ ഭീഷണിപ്പെടുത്തിയെന്ന് കുടുംബം പറഞ്ഞു. വിദ്യാർത്ഥിയെ മർദ്ദിച്ച കുട്ടിയുടെ സഹപാഠി അയച്ച കൊലവിളി സന്ദേശം കേൾക്കാം. എന്തായി +2കാരടിച്ചാ നടക്കുവോ? ഇവിടെ ഉറക്കം കിട്ടില്ല അതറിഞ്ഞിട്ട് അടിച്ചടിച്ച് തീർക്കത് വേഗം. എന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയ വീഡിയോ എടുക്കും. നല്ല വീഡിയോ എടുക്കാം. ആരെങ്കിലും അടുത്ത് ഒരാളടുത്ത് ജിയോന്റെ ഫോണിലടുത്ത് വീഡിയോ എടുക്കാൻ പറയാം. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് പരുക്കേറ്റ വിദ്യാർത്ഥി. അധ്യാപകർക്കും മർദ്ദിച്ച വിദ്യാർത്ഥികൾക്കുമെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് കുടുംബം. ഈ 2 കുട്ടികളെയും ഒരുമിച്ച് ഒരു ഹോസ്പിറ്റലല്ല ഇവർ കൊണ്ടുപോയത്. 2 ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. എൻ്റെ മോനെ കൊണ്ടുപോയിട്ട് സ്റ്റെപ്പിൽ നിന്നാന്ന് പറഞ്ഞു, മറ്റേ കുട്ടിയെ കൊണ്ടുപോയിട്ട് ബാത്റൂമിൽ വീണതാന്ന് പറഞ്ഞു. HM പറഞ്ഞു, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലി ചെയ്യണമെങ്കിൽ ചെയ്യാം, നിങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോകരുത്. വാർഡൻ എന്ന് പറയുന്ന ആൾ, സന്തോഷ് എന്ന് പറയുന്ന ആൾ, ഒരു വൈറ്റ് പേപ്പർ കൊണ്ടുവന്നിട്ട് എൻ്റെ മോൻ്റെ അടുത്ത് ഭയങ്കര റഫായിട്ടാണ് പറഞ്ഞതെന്ന മോള് പറഞ്ഞത്. സംഭവത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ പറഞ്ഞത് ഇങ്ങനെ: കുട്ടികൾ തമ്മിലുണ്ടായ ഒരു ഇഷ്യൂ ആണത്. ഹോസ്റ്റലിലാണല്ലോ സംഭവം, രാത്രിയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മെഡിക്കൽ എയ്ഡ് കൊടുത്തു. ആഴത്തിലുള്ള മുറിവായ കൊണ്ട് പിറ്റേ ദിവസം വരണമെന്ന് പറഞ്ഞു. നമ്മൾ വേഗം പാരന്റ്സിനെ വിവരം അറിയിച്ചു. പിറ്റേ ദിവസം പെങ്ങളാണ് വരുന്നത്, അവരെ കൂടെ വരികയാണ് വിടുന്നത്. കേസിൽ കുന്നംകുളം പോലീസ് ഇന്ന് വിദ്യാർത്ഥിയുടെ മൊഴിയെടുക്കും. ഹരീഷിനും അധീഷിനുമൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. അടിച്ച് തീർക്കണം, വീഡിയോ എടുക്കണം, റീലിടണം. ഈ പോക്ക് ഇതെങ്ങോട്ട്? എന്തായാലും ആ പോക്കൊരു നല്ല വഴിക്കില്ലെന്ന കാര്യത്തിൽ ഉറപ്പാണ്. ഗൗരവകരമായി കാണേണ്ട വിഷയം കൂടിയാണ്. സംഭവത്തിൽ കടുത്ത നടപടി ഉണ്ടാകണം.